പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു സ്മോൾ പപ്സുകളല്ലേ, പപ്സ് എങ്ങനെ ഉണ്ടാക്കുന്നില്ലേ റെസിപ്പി ആട്ടോ. അപ്പോൾ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് കൂടെയാണ് ഞാൻ ഇതും ചെയ്തത്. പിന്നെ മക്കൾസിന് വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഈ രീതിയിൽ നിങ്ങൾ ചെയ്യാൽ. പിന്നെ ഇത് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. ഞാൻ സത്യം പറയാൻ രണ്ടാമത്തെ പ്രാവശ്യം കേട്ടോ ഇത് നന്നായിട്ട് സക്സസ് ആയിട്ട് നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത്. എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കി, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. പിന്നെ എൻ്റെ ഒരു കംപ്ലൈൻറ്റ് എന്ന് പറയാൻ ഒരുപാട് പേര് പറയുന്നുണ്ട് കേട്ടോ, നല്ല സ്പീഡ് കൂടുതലാണ്. ഇൻഷാ അല്ലാഹ് ഇനി മുതൽ എൻ്റെ സ്പീഡ് ഇല്ലാത്ത വിധത്തിലായിരിക്കും ഞാൻ പറയാം കേട്ടോ. നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നുണ്ട്. ഇതിന് എയർ ഫ്രയർ ഓവൻ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പം പെട്ടെന്ന് നോക്കാം കേട്ടോ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 250 ഗ്രാം മൈദയാണ് എടുത്തുള്ളത് കേട്ടോ. അതിലേക്ക് ഇതുപോലെ ഒരു 1.5 സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ബട്ടർ നന്നായി സ്പൂൺ വെച്ച് സ്കൂപ്പ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനൊരു സ്പൂൺ അളവിൽ മിൽമയുടെ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടറിനെ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ ഒരു 3 സ്പൂൺ അളവിൽ ബട്ടർ അല്ലെങ്കിൽ ഒരു 2.5 സ്പൂൺ എന്തായാലും നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നെങ്കിൽ നമ്മൾ ആ പപ്സ് നല്ലൊരു മയം ഒക്കെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. അതായത് സൺഫ്ലവർ ഓയിൽ, വെജിറ്റബിൾ ഓയിൽ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പക്ഷെ ഒന്നുകൂടി വീട്ടിലൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കഴിക്കാൻ ടേസ്റ്റ് ഒന്നുകൂടി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടു വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് കയറി കാണുന്നവരൊക്കെ ഉണ്ടായിരിക്കൂലേ, പ്ലീസ് ഒന്ന് സബും അതുപോലെ തന്നെ ലൈക്കും ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഞാൻ ഒരിക്കലും ഇങ്ങനെ ആദ്യം തന്നെ പറയാറില്ല, പക്ഷെ ആരും തന്നെ കാണാമെന്നല്ലാതെ ലൈക്കോ അല്ലെങ്കിൽ സബോ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല നല്ല റെസിപ്പികളൊക്കെ തന്നെ ഞാൻ ഈ ഇതിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ലൈക്കും സബും ചെയ്യാൻ മറക്കല്ല കേട്ടോ. പിന്നല്ലേ പരിപാടി എന്ന് പറയുന്നത് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നല്ല പോലെ കുഴച്ച് അത് സ്മൂത്ത് ആക്കി എടുക്കണേ. ശേഷം ഇതുപോലെ രണ്ടാക്കി ഒന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യണം കേട്ടോ. ഒരു 15 മിനിറ്റ് ഇതിങ്ങനെ തന്നെ നിൽക്കാം കേട്ടോ. അപ്പം അതിനുശേഷം നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കേ. ഇതിപ്പോൾ ഏകദേശം നല്ലപോലെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സൊരു മയമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, പൊടി കുറച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക കേട്ടോ. ഒരുപാട് തിന്നാവരുത്, ഈ ഒരു തിന്നിൽ മാത്രം പരത്തിയെടുത്താൽ മതിയേ. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഉൾഭാഗത്ത് ഇതുപോലെ ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുക. ബട്ടർ എല്ലാ വിധത്തും ആണ് വിധത്തിൽ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ സെൻറ്റർക്ക് എത്തുന്നതിൻ്റെ മുന്നായിട്ട് രണ്ടായിട്ട് അപ്പുറം ഇപ്പുറം ഇത് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ശേഷം 4 ഭാഗം ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ബോക്സ് ആക്കിയിട്ട് മാറ്റിയെടുക്കണേ. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നല്ല സ്മൂത്ത് ആയിരിക്കും നമ്മളെ മാവ് കേട്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യുക, ഇത് വേഗം കവറിലിട്ടിട്ടൊന്ന് ഇത് പുറത്തേക്ക് എന്താ പറയുക, നല്ലൊരു ഇതുപോലെ കവറോ അല്ലെങ്കിൽ അതുപോലെ ടർക്കിയോ എന്തെങ്കിലും ഇട്ടിട്ട് അതൊന്ന് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയിപ്പോൾ മറ്റൊന്ന് ഞാൻ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ടേ. അതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്താൽ മതി. എതിർവശത്തും 2 ഭാഗത്തായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്തായാലും സക്സസ് ആവും. കാരണം പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ചെയ്തു, പക്ഷെ അതിൽ അത്രക്ക് അങ്ങോട്ടാണ് പെർഫെക്ഷൻ വന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ചെയ്തപ്പം അടിപൊളിയായിട്ട് തന്നെ കിട്ടി കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങളും ഫസ്റ്റ് ചെയ്യുമ്പം ശരിയായിട്ടില്ലെങ്കിൽ അത് ഇട്ടെറിഞ്ഞു പോകരുത്. വീണ്ടും ഒന്നും കൂടെ ചെയ്യുമ്പം ഇൻഷാ അല്ലാഹ് അത് ശരിയാവും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഞാൻ എന്തായാലും നിങ്ങളെ മുന്നിൽ എത്തിക്കുന്ന ഓരോ വീഡിയോസും നന്നായിട്ട് ചെയ്തിട്ട് ശേഷം തന്നെയാണ് കേട്ടോ എത്തിക്കുന്നത്. അല്ലാതെ വെറുതെ എന്തെങ്കിലും ഇട്ടിട്ട് അല്ല കേട്ടോ നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത്. ഇനി എന്താ, ഞാനിപ്പോൾ ഇതൊരു കവറിലിട്ട് ഇങ്ങനെ ആക്കി എടുത്തിട്ട് ഇനി നമ്മളെ ഫ്രീസറിൽ കൊണ്ടുവെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ്, അതിൽ കൂടുതൽ വേണ്ട. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് പരത്താൻ സുഖത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതുപോലെ നമ്മൾ കുഴൽ വെച്ചിട്ട്, പത്തിരി കുഴലുണ്ടല്ലോ, അത് വെച്ചിട്ട് ഇതൊന്ന് അമർത്തി കൊടുക്കാം കേട്ടോ. ശേഷം വേണം നമ്മളിതൊന്ന് പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. മൈദപ്പൊടി ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം, കാരണം അതൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മളെ അല്ലെങ്കിൽ കുഴലുമേലൊക്കെ ഒന്ന് പിടിക്കും കേട്ടോ. അതിന് ശേഷം നല്ല പോലെ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. അതിപ്പോൾ ഒരുപാട് തിന്നാവരുത്, ചെറിയൊരു കട്ടി തന്നെ വേണം നമ്മളിത് പരത്താൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ സെയിം മെത്തേഡ് തന്നെ അപ്പുറം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സെൻറ്റർ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒന്നാക്കി മാറ്റിയിട്ടോ രണ്ടും കൂടെ. ഇനി ഇതുപോലെ തന്നെ ക്ലീൻ റാപ്പിലിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കാൻ വെക്കണം. ഒരു 10 മിനിറ്റ് കൂടി ഫ്രിഡ്ജിൽ കിടക്കട്ടെ കേട്ടോ. ഇനിയാണ് നമുക്ക് ലാസ്റ്റ് നമുക്ക് ശരിയാക്കി എടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് നല്ല ലെയറായിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ രണ്ടാക്കി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഞാൻ എന്താ ഈ ഒരു വീതിക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരുപാട് നീളം വീതി കൂട്ടുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ലെയറൊക്കെ ഒന്ന് കാണാനും ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് തയ്യാറാക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു വലുപ്പത്തിൽ മാത്രം മതി. ഇതുപോലെ ഞാനിപ്പോൾ അതിങ്ങനെ കത്തി വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 5 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. മൊത്തം നമുക്കൊരു 10 കേട്ടോ നമുക്ക് ഇതിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി തിന്നാക്കുകയാണെങ്കിൽ 12 ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ. പക്ഷേ ഈ ഒരു അളവിലാണ് കറക്റ്റ് പാകട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാൻ ചോക്ലേറ്റിൻ്റെ പീസ് അത് ഉള്ളിൽ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് പ്രസ് ചെയ്യരുത്. വക്കത്ത് വെച്ചിട്ട് പ്രസ് ചെയ്താൽ നമ്മളെ ലെയറുകളൊന്നും കാണൂല കേട്ടോ. അപ്പോൾ എന്ത് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഓരോന്ന് മടക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചോട്ടോ. അപ്പോൾ ആ ഒരു ഉൾഭാഗത്ത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് അതിനുള്ളിൽ ഒട്ടി പിടിക്കുന്ന വരട്ടോ. അപ്പം ചെറുതായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഇതാക്കുമ്പോൾ തന്നെ അവിടെ ഒന്ന് ഒട്ടിക്കൊള്ളൂ കേട്ടോ. ഇനി അതേപോലെ തന്നെ നമുക്ക് പിന്നെ മസാല വെച്ചിട്ട് ഇത് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ സമൂസൻ്റെ മസാല ഉണ്ടായിരുന്നു കേട്ടോ. ഇത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഉള്ളിലേക്ക് മസാല പുറത്തേക്ക് വരാത്ത വിധത്തിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ എയർ ഫ്രയറിലല്ലല്ലോ ഉണ്ടാക്കുന്നത്, നേരെ കുക്കിംഗ് ചെയ്യാം, പിന്നെ ഓയിൽ പൊരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പുറത്തേക്ക് വരാത്ത രീതിയിലാണ് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ഓയിൽ പൊരിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ അതിൽ എണ്ണ കുടിക്കൂല കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം അത്രക്ക് നല്ല ഇതിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു മെത്തേഡ് തന്നെ, ഈ ഒരു മെഷർമെൻറ്റ് തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനി ചൂടായ വെളിച്ചെണ്ണയിലോട്ട് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നല്ല ചൂടായിട്ട് ഒന്ന് ചെറിയ തീയാക്കി കൊടുക്കുക. ചെറിയ തീയിലാക്കി കൊടുത്തിട്ട് വേണം നമുക്ക് ഉള്ളിലത്തെ ലെയറുകളൊക്കെ ഒന്ന് വെന്ത് വരണ്ടേ. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ഭാഗം ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ ആ ലെയറുകളൊക്കെ ഒന്ന് വരും കേട്ടോ. അപ്പോൾ അതിങ്ങനെ സാവകാശം വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്തിരി ക്ഷമല്ല സംഭവം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഈ ഒരു രീതിയിൽ എത്തും കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാൻ നിങ്ങൾ തീർച്ചയായും ലൈക്കും സബും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പം അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ടൊക്കെ വരാം കേട്ടോ. അതുവരെയും ഒരിക്കൽ കൂടി എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.